ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 1,95,000 ഫോളോവേഴ്സുള്ള അശ്വനി എ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു വീഡിയോയിൽ എന്താണ് പ്രത്യേകത? ഈ പറയുന്ന 1 ലക്ഷം 2 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഇപ്പോൾ നോർമലി എല്ലാ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനും ഉള്ള ഫോളോവേഴ്സ് കൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോ ഇപ്പോൾ ഒരു സിനിമ ആക്ട്രസോ വിചാരിച്ചാൽ കിട്ടാത്ത ഒരു എമൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അശ്വനി എന്ന് പറയുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. ഈ ഒരു വ്യക്തിയെ അറിയുന്ന ഒത്തിരി അധികം പേരുണ്ടാവും. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് ഈ പറയുന്ന യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ മോണിറ്റൈസേഷൻ വഴി ഈ പറയുന്ന പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടെ പൈസ കിട്ടുന്ന ഒരേ ഒരു മെത്തേഡാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരാളുടെ അക്കൗണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷന് ആ ഒരു അക്കൗണ്ടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തി ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ നമ്മളൊരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പോലെ ഇപ്പോൾ ട്യൂഷൻ ഫീസ് ഓരോരോ മാസങ്ങളും കൊടുത്ത് നമ്മൾ ആ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകും. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ചാനലിൽ ഇവർ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഇടുന്ന ഒരു പ്രത്യേക വീഡിയോ കാണാനായിട്ട് ഈ പറയുന്ന ജനങ്ങൾ ഇവരുടെ ചാനൽ ഇത്ര എമൗണ്ട് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഏകദേശം 13,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരേ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഈ പറയുന്ന അശ്വനി. ഇവരുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും പ്രതിമാസം 390 രൂപയാണ് ഇവരുടെ വീഡിയോസ് കാണാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഏകദേശം 13,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരോ മിനിറ്റ് അനുസരിച്ചുകൊണ്ട് ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 13,000 സബ്സ്ക്രൈബേഴ്സ് 390 രൂപ വീതം കൊടുക്കുന്ന സമയത്ത് പ്രതിമാസം 51 ലക്ഷം രൂപ ഇൻസ്റ്റഗ്രാമിലൂടെ സമ്പാദിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരേ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അശ്വനി. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെടും. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒത്തിരി പേരുണ്ട്. അതിൽ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തികൾ വരെയുണ്ട്. അവർക്ക് പോലും ഇതിൻ്റെ 10-1 വരുമാനം പോലും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് അശ്വനി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചില വീഡിയോസ് തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഷെയർ ചെയ്തുകൊണ്ട് 51 ലക്ഷം രൂപ പ്രതിമാസം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ പറയുന്ന അശ്വനി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഈ പറയുന്നത് പോലെ സോഷ്യൽ സ്റ്റഡീസോ മാത്തമാറ്റിക്സോ അത്തരത്തിലുള്ളതൊന്നും അല്ല. പുള്ളിക്കാരത്തിൻ്റെ ചില തട്ടിക്കൂട്ടുടായ്പ് വീഡിയോസാണ്. പക്ഷേ ഈ ഒരു വീഡിയോസ് കാണാനായിട്ട് ആളുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പറയുന്ന 13,000 സബ്സ്ക്രൈബേഴ്സും ഈ കിട്ടുന്ന 51 ലക്ഷം രൂപ പ്രതിമാസമായിട്ട് കിട്ടുന്ന ഈ പറയുന്ന പേയ്മെൻറ്റും.